ഉത്രം നക്ഷത്രക്കാർക്ക് 2026 വർഷത്തെ ഗ്രഹനിലയനുസരിച്ചുള്ള പൊതുവായ ഫലങ്ങൾ താഴെ നൽകുന്നു. സൂര്യൻ നക്ഷത്രനാഥനായി വരുന്ന കന്നിരാശിയിലും ചിങ്ങരാശിയിലുമായി നിൽക്കുന്ന നക്ഷത്രമാണ് ഉത്രം. 1. ഭാഗ്യം തെളിയുന്ന സമയം ആൻഡ് ഈ വർഷം എങ്ങനെയുണ്ട്? ഈ വർഷം ഉത്രം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ഏപ്രിലിൽ നടക്കുന്ന വ്യാഴമാറ്റം ജൂപ്പിറ്റർ ട്രാൻസിറ്റ് അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും. തൊഴിൽ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. ഭാഗ്യം വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ജൂണിന് ശേഷം തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. 2. ധനയോഗം ധനസംബന്ധമായ കാര്യങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ലെങ്കിലും ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പഴയ ബാധ്യതകൾ തീർക്കാൻ സാധിക്കും. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കണം. ഭൂമി, വീട് എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. 3. ബാധദോഷങ്ങൾ ജ്യോതിഷപ്രകാരം ഉത്രം നക്ഷത്രക്കാർക്ക് ജന്മനക്ഷത്ര ദോഷങ്ങൾ കുറയ്ക്കാൻ സൂര്യപ്രീതിയാണ് പ്രധാനം. കുടുംബത്തിൽ ചെറിയ കലഹങ്ങൾക്കോ മാനസികമായ അസ്വസ്ഥതകൾക്കോ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ഉദരസംബന്ധമായോ കണ്ണിനോ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. 4. ഇഷ്ടദൈവം ആൻഡ് സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ ഉത്രം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. അതിനാൽ സൂര്യപ്രീതി വരുത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ഇഷ്ടദൈവം ആദിത്യൻ, സൂര്യഭഗവാൻ, ശിവൻ, അയ്യപ്പൻ. ക്ഷേത്രങ്ങൾ 1. സൂര്യക്ഷേത്രം ആദിത്യപുരം. സൂര്യക്ഷേത്രം കോട്ടയം സന്ദർശിക്കുന്നത് ഉത്തമമാണ്. 2. ശിവക്ഷേത്രം ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. 3. അയ്യപ്പക്ഷേത്രം ശനിയാഴ്ചകളിൽ അയ്യപ്പന് നീരാജനം വഴിപാടായി നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. 5. ജപിക്കേണ്ട മന്ത്രങ്ങൾ ദിവസവും കുളിച്ച് ശുദ്ധിയായി താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. സൂര്യഗായത്രി ഓം ആദിത്യായ വിദ്മഹേ മാർത്താണ്ഡായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. നക്ഷത്രമന്ത്രം ഓം ആര്യംനേ നമ. ഉത്രം നക്ഷത്രത്തിന്റെ ദേവത ആര്യമാവായതിനാൽ ഈ മന്ത്രം 108 തവണ ജപിക്കുക. ആദിത്യഹൃദയം ഞായറാഴ്ചകളിൽ ആദിത്യഹൃദയം ചൊല്ലുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശത്രുദോഷം മാറാനും സഹായിക്കും. പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞായറാഴ്ച വ്രതമെടുക്കുന്നതും ചുവന്ന പൂക്കൾ കൊണ്ട് സൂര്യന് അർച്ചന നടത്തുന്നതും ഉത്രം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം മൊത്തത്തിൽ നോക്കിയാൽ ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അതോ നിലവിലുള്ള കാര്യങ്ങളിലെ പുരോഗതിയാണോ ലക്ഷ്യം? വിവാഹകാര്യത്തെക്കുറിച്ച് അറിയാൻ പ്രധാനമായും നിങ്ങളുടെ ഗ്രഹനിലയിലെ 7ാം ഭാവവും വ്യാഴത്തിന്റെ ജൂപ്പിറ്റർ സ്ഥാനവുമാണ് നോക്കേണ്ടത്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 ഏപ്രിൽ മാസത്തിനു ശേഷം വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ചില സൂചനകൾ താഴെ നൽകുന്നു. വ്യാഴമാറ്റം ജൂപ്പിറ്റർ ട്രാൻസിറ്റ് 2026 ഏപ്രിലിൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. അനുകൂല സമയം 2026 ജൂൺ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവ് വിവാഹാലോചനകൾ ഉറപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. തടസ്സങ്ങൾ മാറാൻ ചൊവ്വയുടെയോ ശനിയുടെയോ ദശയോ അപഹാരമോ നടക്കുന്നുണ്ടെങ്കിൽ വിവാഹത്തിന് ചെറിയ താമസം നേരിടാം. ഇതിനായി മംഗള ചൊവ്വ പ്രീതി വരുത്തുന്നത് നല്ലതാണ്. വിവാഹഭാഗ്യം തെളിയാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ: 1. സ്വയംവര പുഷ്പാഞ്ജലി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ സ്വയംവര പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുക. 2. വ്യാഴാഴ്ച വ്രതം മംഗല്യ തടസ്സങ്ങൾ മാറാൻ വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. 3. മാംഗല്യസൂക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ ഈ വഴിപാട് നടത്തുന്നത് വിവാഹ തടസ്സങ്ങൾ വേഗത്തിൽ മാറാൻ സഹായിക്കും. നിങ്ങളുടെ കൃത്യമായ ജന്മസമയവും സ്ഥലവും വെച്ചുള്ള ഗ്രഹനില പരിശോധിച്ചാൽ മാത്രമേ ഏത് ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും കൃത്യമായി എപ്പോൾ വിവാഹം നടക്കുമെന്നും പറയാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കുമല്ലോ.